ഇപ്പോൾ ഇത്രയും വലിയ കപ്പ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അത് മറ്റൊന്നുമല്ല, രാജാവ് നാട് ഭരിക്കണ കാലം രണ്ട് സുഹൃത്തുക്കൾ, അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. രണ്ടുപേർക്കും ജോലിയില്ല കൂലിയില്ലാണ്ട് ഇങ്ങനെ അലഞ്ഞു കിടക്കാണ്. അപ്പോൾ അവരെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നമുക്കേ കൃഷി ചെയ്താലോ. അപ്പോൾ മറ്റവൻ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ എന്ത് കൃഷി ചെയ്യും? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞാൻ ചെറുനാരങ്ങ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ നീ ചെറുനാരങ്ങ കൃഷി ചെയ്യും, ഞാനെന്നാൽ മത്തങ്ങ കൃഷി ചെയ്യാം. അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനം എടുത്തു. അവർ കൃഷി തുടങ്ങി. രണ്ടുപേർക്കും നല്ല വിളവുണ്ടായി. ചെറുനാരങ്ങ കൃഷി ചെയ്ത ആൾക്ക് നല്ല വിളവുണ്ടായി, മത്തങ്ങ കൃഷി ചെയ്ത ആൾക്കും അതുപോലെ നല്ല വിളവുണ്ടായി. അങ്ങനെ അവർ തീരുമാനിച്ച് നമുക്കിതേ ചന്തയിൽ കൊണ്ടേ വിൽക്കാം. അപ്പോൾ അതിൽ ഒരുത്തൻ പറഞ്ഞു, അങ്ങനെ ശരിയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ രാജാവിന് കാഴ്ച കൊടുത്തിട്ട് ബാക്കിയുള്ള കൊണ്ടേ വിൽക്കാമോ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ചെറുനാരങ്ങ കൃഷി ചെയ്ത ആൾ ഒരു കൊട്ട ചെറുനാരങ്ങ, മത്തങ്ങ കൃഷി ചെയ്ത ആൾ ഒരു കൊട്ട മത്തങ്ങ, ഇതുമായിട്ട് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുഖം കാണിക്കാൻ അനുവാദം മേടിച്ചു. അങ്ങനെ രാജാവ് വന്നു. നോക്കുമ്പോൾ എന്താ സംഭവം? രണ്ടുപേര് രണ്ട് കൊട്ടയിലായിട്ട് ചെറുനാരങ്ങയും മത്തങ്ങയായിട്ട് നിൽക്കുന്ന സീന കാണുന്നത്. ഇത് കണ്ടപ്പോൾ രാജാവിന് ആകെ ദേഷ്യം കയറി. രാജാവ് കിങ്കരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, രഹസ്യമായിട്ട് പറഞ്ഞു, ഇവന്മാരെ കൊണ്ടുപോയിട്ടേ കുനിച്ച് നിർത്തിയിട്ട് മലദ്വാരത്തിൽ കൂടി ഇതങ്ങനെ കയറ്റാൻ പറഞ്ഞു. അപ്പോൾ ഭടന്മാരെന്ത് ചെയ്തു? ചെറുനാരങ്ങായിട്ട് നിൽക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് പോയി കുനിച്ച് നിർത്തി ഓരോ ചെറുനാരങ്ങ ഇങ്ങനെ കയറ്റുക മലദ്വാരം പോയി. അപ്പോൾ ആളൊന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഭടന്മാർ ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കണേ, നിനക്ക് വേദന എടുക്കണല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ചിരിച്ചത്, ഇത് ചെറുനാരങ്ങയല്ലേ, അപ്പുറത്ത് വരുന്ന മത്തങ്ങയായിട്ട് നിൽപ്പുണ്ട്, അത് നിങ്ങൾ എങ്ങനെ കയറ്റും എന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാണല്ലോ പറഞ്ഞത്.